അസ്സലാമു അലൈക്കും. ഷാഫി പറമ്പിലിനെ ഇഷ്ടമുള്ളവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള അല്ലെങ്കിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിലാണ്. ഞാനിപ്പം പറഞ്ഞു വരുന്നത് ചെറിയൊരു ദുഃഖ വാർത്തയാണ്. അതായത് നമുക്കറിയാം, അദ്ദേഹം പാലക്കാടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പം വടകര ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവ മഹിമയും കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാലക്കാടുകാർക്ക് വിടാൻ തോന്നിയില്ല, അദ്ദേഹത്തിന് പാലക്കാടുകാരെയും വിടാൻ തോന്നിയില്ല. പക്ഷേ വടകരക്കാരും അദ്ദേഹത്തിനെ അതേപോലെ സ്നേഹിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടി, അദ്ദേഹം വടകരക്കാരെ നെഞ്ചിലേറ്റി. അപ്പോൾ ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തും BJP-ക്കാർ സംഘികളൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നതായി കണ്ടു. അദ്ദേഹം മത്സരത്തിൽ നിന്നത് മുതൽ തന്നെ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലും സൈബർ ആക്രമണം നടത്താൻ തുടങ്ങി. കാഫിർ പ്രയോഗത്തിലൂടെയും അതുപോലെ തന്നെ മറ്റ് പലതും, ടീച്ചറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും, അതുമായി അദ്ദേഹത്തിനെ അങ്ങ് കുടുക്കിക്കളയാം എന്നൊക്കെ വിചാരിച്ചു. അത് സംഖ്യകൾ മാത്രമല്ല, CPM ഒക്കെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഒരു ദുഃഖകരമായ ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നി, ഒരു കാര്യമായി തോന്നി. ഇപ്പോഴും അദ്ദേഹത്തിന് വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് പിന്നാലെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഈ സംഖ്യകളും കമ്മികളൊക്കെ. അപ്പോൾ ഏതായാലും നല്ലത് മാത്രം വരട്ടെ, നല്ല ഭരണങ്ങൾ എല്ലാവർക്കും കാഴ്ചവെക്കാൻ ഭാഗ്യം കിട്ടട്ടെ, ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.